അപ്പം സ്റ്റുഡൻസ്, നമ്മൾ ഫൈനൽ പാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ബംഗ്ലാദേശിൽ ഇപ്പോ സംഭവിച്ചത് ഇന്ത്യക്ക് US-ൽ നിന്നുള്ളൊരു വാർണിംഗ് ആണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫാസറ്റ് എന്താണ്? ഡസ് USA വാണ്ട് മോദി ഔട്ട്? മോദി ഗവൺമെന്റിനെ പുറത്താക്കി ഒരു റെജീം ചേഞ്ച് നടത്താൻ USA ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആർഗ്യുമെന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ പിക്ചർ കാണുകയാണ്. ഇവിടെ ആരാണുള്ളത്? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ആൻഡ് ഇന്ത്യൻ PM മോദി. ഇവര് മീറ്റ് ചെയ്യാണ്. നമുക്കറിയാം, ഒന്നാമത് ഇവര് തമ്മിലുള്ള ഒരു നല്ല കണക്ഷൻ ആണെന്നുള്ളത് ഏകദേശം ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു മീറ്റിംഗിന്റെ സമയമാണ് US-നെ ചൊടിപ്പിക്കുന്നത്. ദ ഒപ്റ്റിക്സ് ഓഫ് മോദി വിത്ത് പുതിൻ വെൻ നാറ്റോ മീറ്റ്സ് ഇൻ വാഷിംഗ്ടൺ. അപ്പൊ നാറ്റോയുടെ ഒരു സെലിബ്രേറ്ററി ഇവന്റ് നടക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ 75ാമത്തെ എന്തോ വർഷമാണ്, ആനിവേഴ്സറി ആണ്. അപ്പൊ അത് നടക്കുമ്പോ ഏകദേശം സെയിം ടൈമിൽ തന്നെ PM മോദി ആരെ മീറ്റ് ചെയ്യുന്നു? വ്ളാദിമിർ പുതിനെ മീറ്റ് ചെയ്യുന്നു. ഇത് US-ന് വളരെ വലിയൊരു ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വൈൽ നാറ്റോ മീറ്റ്സ് ഫ്രം July 9 to 11 in Washington to discuss Ukraine, Prime Minister Modi will visit Russia on 8th and 9th. അപ്പൊ 8th and 9th എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേ സമയത്ത്. അപ്പൊ നാറ്റോയുടെ പ്രധാന വിഷയം എന്താണ്? ഉക്രൈനിൽ റഷ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് ഡിസ്കസ് ചെയ്ത് റഷ്യയെ പഴിചാരാൻ വേണ്ടി വെച്ച മീറ്റിംഗ് നടക്കുമ്പോൾ, ബൈഡൻ ശക്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങൾ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ, പ്രൈം മിനിസ്റ്റർ മോദി അവിടെ പുതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതൊരിക്കലും ആർക്കും ഇഷ്ടപ്പെടില്ല. USA-ക്ക് ഇഷ്ടമല്ല. USA ഡസ് നോട്ട് ലൈക്ക് ഇന്ത്യ റഷ്യ കണക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ നാറ്റോയുടെ മീറ്റിംഗ്. ഓക്കെ, ഇറ്റ് ഇസ്, ഞാൻ പറഞ്ഞതുപോലെ 75ാമത്തെ ആനിവേഴ്സറി ആണ്. ഇവിടെ അവര് ശ്രമിക്കുന്നത് എന്താണ്? Allies made decisions to further strengthen deterrence and defense, bolster long-term support to Ukraine. ഇവർ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നു, അവിടെ മോദി പുതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. So this should have irked America. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പിക്ചേഴ്സ് നോക്കാം. US-ന് ഇന്ത്യയോടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ തുടങ്ങിയതല്ല. ഇത് ഗുർപവന്ത് സിംഗ് പന്നൂനാണ്. 6 for Justice എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഹെഡാണ്. ഖലിസ്ഥാൻ ഇഷ്യൂ ഫ്യൂവൽ ചെയ്യുന്ന ഇദ്ദേഹമാണ്. അപ്പൊ USA-യുടെ അടുത്തുനിന്ന് കുറെ കാലം മുമ്പ്, ഏകദേശം ഏപ്രിൽ 2024 ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ഇന്ത്യ ഷുഡ് നോട്ട് ക്രോസ് റെഡ് ലൈൻസ്. ഇന്ത്യ അതിര് കടക്കരുത്. കാരണം ഇവരുടെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചാരസംഘടന ഈ ഗുർപവന്ത് പന്നുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. 6 for Justice, ഖലിസ്ഥാനിയായ ഇദ്ദേഹത്തെ കൊല്ലാൻ ഇന്ത്യൻ റോ ശ്രമിച്ചു എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കണം, നമ്മൾ ഈ ആംഗിളൂടെ മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഖലിസ്ഥാന്റെ ഹെഡിനെ വളർത്തുന്നതും അല്ലെങ്കിൽ അവർക്ക് ആശ്രയം ഒരുക്കുന്നതും USA ആൻഡ് കാനഡ. ഓക്കെ, ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുവാണ് US-ൽ നിന്ന്, ഡോണ്ട് ടേക്ക് റിലേഷൻഷിപ്പ് ഫോർ ഗ്രാൻഡഡ്. ഓക്കെ, ഞങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഞങ്ങളെല്ലാം വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ സ്റ്റേറ്റ്മെന്റും വരികയാണ് പുതിനും മോദിയും മീറ്റ് ചെയ്തതിന് ശേഷം, ഫ്രം US envoy to India. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത്, നോ വാർ ഇസ് ഡിസ്റ്റന്റ്, US envoy's message to India after PM മോദി റഷ്യ ട്രിപ്പ്. ഇതാണ് ഏറ്റവും ക്ലിയർ ഇൻഡിക്കേഷൻ. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിൽ നിന്ന് ദൂരമല്ല. ഇന്ത്യയുടെ വാതിലിൽ എപ്പോ വേണമെങ്കിലും യുദ്ധം വന്ന് മുട്ടാം. ഇതൊരു ഡയറക്റ്റ് ത്രെട്ട് അല്ല ഇന്ത്യക്ക്. ഇത് ചെയ്യുന്നതും US envoy to India ആണ്, എറിക് ഗാർസെറ്റി. ചിന്തിച്ചു നോക്കി എത്ര ഡയറക്റ്റ് ആയിട്ടാണ് അവർ ഹിന്റ് തരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതിനെക്കാട്ടി ഡേഞ്ചറസ് ആണ്. അവര് പറയുന്നത് എന്താ? there is no such thing as strategic autonomy in times of conflict. ഇത് ഒരു രാജ്യവും പറയാൻ പറ്റാത്ത കാര്യമാണ് ഇവര് പറയുന്നത്. അതായത് ഈ യുദ്ധത്തിന്റെയും പ്രശ്നത്തിന്റെയും സമയത്ത് ഒരു രാജ്യത്തിനും സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു രാജ്യത്തിന് സ്വന്തം നാഷണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചൊന്നും ഭരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പെരുമാറാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. അതിന്റെ മെസ്സേജിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞ് റഷ്യയോടൊന്നും കൂടണ്ട. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അധികാരമില്ല. നിങ്ങൾ US-ന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ US-ന്റെ ശത്രുവാണ്. ഇനി നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ നോക്കിക്കേ, ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ത്രെട്ട് ആണ്. എറിക് ഗാർസെറ്റി പറയുന്നത് എന്താ? there is no such thing as strategic autonomy in times of conflict. ഒരു ഡെമോക്രാറ്റിക് രാജ്യവും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇവര് പറയുന്നത് എന്താ? ഇത്രയും കോൺഫ്ലിക്റ്റ് നടക്കുന്നതിന്റെ സമയത്ത് ഒരു രാജ്യത്തിനും സ്വന്തം നാഷണൽ ഇൻട്രസ്റ്റ് ഒന്നും നോക്കി പെരുമാറാൻ പറ്റില്ല. ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി ഒന്നുമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇഷ്ടം അനുസരിച്ച് സ്റ്റാൻസ് എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ US-ന്റെ കൂടാണ്, അല്ലെങ്കിൽ നിങ്ങൾ US-ന്റെ ശത്രുവാണ്.
ഒരു രാജ്യത്തിന് സ്ട്രാറ്റജിക് ഓട്ടോണമി ഇല്ലെന്ന് വേറൊരു രാജ്യത്തിന് എങ്ങനെ പറയാൻ പറ്റും? അതായത് എന്റെ രാജ്യത്തിന് എനിക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് ഒരു അന്യരാജ്യം എങ്ങനെ പറയും? ഇത്രയും ഡയറക്റ്റ് മെസ്സേജസ് ആണ് യുഎസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന്, അവർക്ക് പുതിന്റെ കൂടെയുള്ള മീറ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ത്രെട്ട് യുഎസിന്റെ അടുത്ത് നിന്ന് വരുവാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കശ്മീരിൽ എന്താണ് സ്റ്റുഡൻസ് നടക്കുന്നത്? കശ്മീർ ഇസ് ബോയിലിംഗ്. കശ്മീരിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ ജമ്മുവില് കുറെ അധികം ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുകയാണ്. റിയാസിയിൽ നമ്മൾ കണ്ടു, നമ്മൾ കത്വയിൽ അറ്റാക്ക് കണ്ടു, ഡോഡയിൽ നമ്മൾ അറ്റാക്ക് കണ്ടു. ഇങ്ങനെ പല സ്ഥലത്തും അറ്റാക്സ് നമ്മൾ കാണുകയാണ്. ഇനി ഇതിന്റെ ഒരു കണക്ഷനോടെ നിങ്ങൾക്ക് കാണാം. ഇത് ആസിഫ് മുനീർ ആണ്. ദിസ് ഇസ് ആസിഫ് മുനീർ. ഓക്കെ, ISIയുടെ ആസിഫ് മുനീർ, ഹീസ് ISI ചീഫ്, ഇപ്പോഴത്തെ മിലിറ്ററി ജനറൽ. അപ്പൊ ആദ്യം ഇദ്ദേഹം ആരായിരുന്നു? ISI ചീഫ് ആയിരുന്നു. ഇപ്പോ മിലിറ്ററി ചീഫാണ്. എപ്പോഴൊക്കെ ISIയുടെ തലവൻ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യയുടെ എതിരെയുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ കൂടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു തെളിവാണ് ഈ പറയുന്ന വ്യക്തിയും ഒരു ISI ചീഫായിരുന്നു. പിന്നീട് ഇദ്ദേഹം ആരായി? പാകിസ്ഥാന്റെ ജനറലായി. ഈ ISI ചീഫ് പാകിസ്ഥാന്റെ ജനറൽ ആയ സമയത്താണ് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ ചാരസംഘടനയുടെ തലവൻ ആർമിയുടെ തലവനാവുമ്പോൾ ഇന്ത്യക്ക് മിക്കവാറും എന്തുണ്ടാവാറുണ്ട്? തലവേദന ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദിസ്. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കുക, റീസെന്റ് മന്ത്സ് ഹാവ് വിറ്റ്നസ് സർജ് ഇൻ ടെററിസ്റ്റ് ഇൻസിഡന്റ് സ്ട്രൈക്കിംഗ് വേരിയസ് ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു. നേരത്തെ കശ്മീർ വാലിയിലാണ് പ്രശ്നമെങ്കിൽ ഇപ്പൊ എവിടാ? ജമ്മുവിലേക്കാണ് ഇഷ്യൂ. കുറെ ഇഷ്യൂസ് നടക്കുന്നു. 24 ജൂലൈ 16 ജൂലൈ 8 ജൂലൈ 11 ഇന്ത്യൻ സോൾജേഴ്സ് കണ്ടമാനം അറ്റാക്ക് ചെയ്യപ്പെടുന്നു. 24 9 people were killed. നമുക്ക് അറിയാം, ഒരു ബസ് പോകുന്ന സമയത്ത് ബസ്സിനെ ഷൂട്ട് ചെയ്യുന്നു, പിൽഗ്രിമിനേജിന് പോകുന്നവരെ ഷൂട്ട് ചെയ്യുന്നു, ലോക്കൽസിനെ ഷൂട്ട് ചെയ്യുന്നു. ഇവന്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, റജൌരിയിൽ അറ്റാക്ക് നടക്കുന്നു, നമ്മുടെ റിയാസിയിൽ അറ്റാക്ക് നടക്കുന്നു, കത്വയിൽ അറ്റാക്ക് നടക്കുന്നു, ദോദയിൽ അറ്റാക്ക് നടക്കുന്നു. ഇതിന്റെയൊക്കെ പുറവിൽ മിക്കവാറും പ്രവർത്തിക്കുന്നത് പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പ് ദ റെസിസ്റ്റൻസ് ആണ്. ഈ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫോഴ്സും അതുപോലെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടും ഒക്കെ ആരുടെ തന്നെ ഡമ്മി ഓർഗനൈസേഷനാണ്? ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ ലഷ്കർ ഇ തൈബയുടെയും ഡമ്മി ഓർഗനൈസേഷൻസ് ആണ്. കാരണം ജെയ്ഷെ മുഹമ്മദ് എന്നും ലഷ്കർ ഇ തൈബ എന്നൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ അഫിലിയേഷൻ മനസ്സിലാവും. ഇതൊരു സെക്യുലർ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവരാര് തന്നെയാണ്? മുഖംമൂടി അണിഞ്ഞ ടെററിസ്റ്റുകൾ തന്നെയാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിലാണ് അറ്റാക്ക് വരുന്നത്, കശ്മീരിലല്ല. ഓക്കെ, പിർ പഞ്ചാൽ നിരകളുടെ സൗത്തിലാണ് അറ്റാക്ക് വരുന്നത്. പൂഞ്ചിലും റജൌറിയിലും അതുപോലെ ഡോഡയിലും ഇവിടെ നിങ്ങൾക്ക് കാണാം. പൂഞ്ച്, റിയാസി, കത്വ, ഡോഡ. അപ്പൊ പിർ പഞ്ചാലിന്റെ സൗത്തിലാണ് ഇപ്പൊ അറ്റാക്ക് നടക്കുന്നത്. കശ്മീർ വാലി മാറി എവിടേക്കാണ് അറ്റാക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്? ജമ്മു റീജിയണിൽ. അവിടെ എക്സ്പെഷ്യലി ഹിന്ദുസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കശ്മീർ ഡെവലപ്പ് ആവാൻ ആർക്ക് താല്പര്യമില്ല? പാകിസ്ഥാന് താല്പര്യമില്ല. ഞാൻ ഇതെങ്ങനെ USA ആയിട്ട് ലിങ്ക് ചെയ്യുന്നത്? USA പറഞ്ഞിരുന്നു വാർ ഇസ് നോട്ട് ഫാർ അവേ ഫ്രം ഇന്ത്യ. അപ്പൊ ഇപ്പുറത്ത് ബംഗ്ലാദേശി പ്രശ്നമായി, ഇവിടെ നമ്മുടെ കശ്മീറും ബോയിൽ ചെയ്യുന്നു, നമ്മുടെ നോർത്ത് ഈസ്റ്റും ബോയിൽ ചെയ്യുന്നു. യു ഷുഡ് ഗെറ്റ് ദ സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ഈ അറ്റാക്കുകൾ നടക്കുന്നത് ഞാൻ പറയാം, വളരെയധികം നമ്പർ ഓഫ് അറ്റാക്സ് നടക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു ന്യൂസ് വരുന്നു. ഇതാണ് നമ്മളെ ഏറ്റവും വറി ചെയ്യേണ്ടത്. ഓക്കെ, ഈ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 600ഓളം പാകിസ്ഥാൻ മിലിറ്റൻസ്, ഈ മിലിറ്റൻസിനകത്ത് ഭൂരിഭാഗം പാകിസ്ഥാൻ SSG സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡോസ് ആണ്. ഈ 600 പേരിൽ മിലിറ്റൻസ് ഉണ്ട്, ടെററിസ്റ്റുകളുണ്ട്, പാകിസ്ഥാൻ SSGയിലെ മെമ്പേഴ്സ് ഉണ്ട്. ചിലര് പറയുന്നത് എന്താ, അഫ്ഗാൻ താലിബാനിലുള്ള ആൾക്കാരും കൂടി ഇതിനകത്തുണ്ടെന്നാണ്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് 600 പേര് കശ്മീരിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇത് പറയുന്നത് ആരാ? ex-DGP ഓഫ് കശ്മീർ ജനറൽ ശേഷ് പോൾ വൈദ്. ഇദ്ദേഹം പറയുന്നത് ഈ SSG ഫോഴ്സും ടെററിസ്റ്റുകളും എല്ലാം കൂടെ സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്താ? മൗണ്ടേനിയസ് ടെറൈൻസ് ഫൈറ്റ് ചെയ്യാൻ അറിയാം, ജംഗിളിനകത്ത് ഫൈറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പൊ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താ? ടെററിസ്റ്റും ഇവരും ഉപയോഗിക്കുന്ന ടെക്നിക്ക്, ഇവർ കാടുകളിനകത്ത് പോയി ഒളിച്ചിരിക്കുന്നു, എസ്പെഷ്യലി കേവുകൾക്കകത്ത് ഒളിച്ചിരിക്കും.
കേവിനകത്ത് ഒളിച്ചിരുന്നിട്ട് ഇന്ത്യൻ ആർമി റോഡുകളിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമിയെ ആംബുഷ് ചെയ്യുക. ആംബുഷ് ചെയ്തിട്ട് തിരിച്ച് കാട്ടിനകത്ത് കേവ്സിനകത്ത് ചേർന്ന് ഒളിക്കുക. അപ്പൊ നമ്മുടെ സൈന്യത്തിന് ഈ ആർമി വാർഫെയർ, ജംഗിൾ വാർഫെയർ 100% കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പണി അറിയാവുന്ന ആസാം റൈഫിൾസിനെ കാശ്മീരിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് നോർത്ത് ഈസ്റ്റിലെ കാടുകളിൽ പ്രവർത്തിച്ച് നല്ല പരിചയമാണ്. ഓക്കെ, പക്ഷെ ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് കാണുക. വാർ ഇസ് നിയർ എന്ന് അമേരിക്ക പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. ഈസ്റ്റില് ബംഗ്ലാദേശി പ്രശ്നം, നമ്മുടെ കാശ്മീരിലെ പ്രശ്നം. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഒരു ബോർഡർ ആക്ഷൻ ടീമുണ്ട്. ഇവര് പലപ്പോഴും ഇന്ത്യ ആക്രമിച്ചു, ഇന്ത്യ കൗണ്ടർ ആക്രമിച്ചു എന്ന് പറയുന്നു. ഈ ടീമിൽ പറയപ്പെടുന്നത് എപ്പോഴും ബാറ്റിനകത്ത് ഒരു 9 പേരുടെയോ 10 പേരുടെയോ ഒരു കൂട്ടമായിരിക്കും. പക്ഷെ 9 പേരിൽ ഒരു 5 എണ്ണം കമാൻഡോ ആണെങ്കിൽ 4 പേര് ടെററിസ്റ്റുകളായിരിക്കും. ടെററിസ്റ്റ് ആർ പാർട്ട് ഓഫ് പാകിസ്ഥാൻസ് ബോർഡർ ആക്ഷൻ ടീം. ഹിയർസ് ദ പ്രൂഫ്. ഇത് പല ആർട്ടിക്കിളുകളിലും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അപ്പം നിങ്ങൾ ഈ കണക്ടിവിറ്റി കാണുക. ഇന്ത്യ ഇസ് ഗെറ്റിംഗ് ഇൻസ്റ്റബിൾ. ഇനി ഒരു കുറച്ച് ദിവസം മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം ഒരു ആർമി ക്യാപ്റ്റൻ ഗെറ്റ്സ് കിൽഡ് എഗെയിൻ. ഓക്കെ, അതിന് 4 ടെററിസ്റ്റുകളെ ദോദയിൽ നമ്മുടെ സൈന്യം വധിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ ഓക്കെ ഇനി ഒരു ന്യൂസ് കൂടെ വരികയാണ്. ഈ ന്യൂസ് ഇന്ത്യൻ മാധ്യമം കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷെ കൊടുത്തിരിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് എന്താ? ഇന്ത്യ പ്രസ്ഡ് US ടു ഗോ ഈസി ഓൺ ബംഗ്ലാദേശി ലീഡർ ബിഫോർ ഹെർ ഔട്ട്സ്റ്റർ ഒഫീഷ്യൽസ് സേ. അതായത് സാധാരണ USA-യുടെ എതിരെ പ്രതികരിക്കുന്ന പ്രൈം മിനിസ്റ്റർമാരെ പലപ്പോഴും അവരെ പിടിച്ച് ജയിലിൽ ഇടിക്കാറുണ്ട് ആ രാജ്യത്ത് തന്നെ, അല്ലെങ്കിൽ കൊന്നു കളയിക്കാറുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഗദാഫിയുടെ എക്സാമ്പിൾ ആണ്. ഹി വാസ് കിൽഡ് ബ്രൂട്ടലി. പക്ഷെ ഇന്ത്യയാണ് USA ഫോഴ്സ് ചെയ്തത്. എന്തിന്? ഷെയ്ഖ് ഹസീനയെ ഒന്നും ചെയ്യരുത്, അവരെ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഷെയ്ഖ് ഹസീനയോടെ പറയപ്പെടുന്നത് നിങ്ങൾക്ക് 45 മിനിറ്റ് കിട്ടും, പെട്ടെന്ന് പൊക്കോളാനാണ് പറയുന്നത് ആർമി. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ലെറ്റർ എഴുതണം, ജനങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്തിട്ട് പോകണമെന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ സമ്മതിച്ചില്ല. 45 മിനിറ്റ് കൊടുത്തു. മിലിറ്ററി ഹെലികോപ്റ്ററിൽ അവര് ഹിൻഡോളിൽ ഇറങ്ങി ഇന്ത്യ വന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആരാ? വാഷിംഗ്ടൺ പോസ്റ്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്തുകൊണ്ട് USA ഇന്ത്യയെ വാൺ ചെയ്യുന്നു എന്നുള്ള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി കുറച്ച് ഫാക്ട്സ് കൂടെ ഉണ്ട്. ആ ഫാക്ടുകൾ എന്താണ്? ഇതിന്റെ സെക്കൻഡ് ഒരു ആസ്പെക്ട് ആണ്. മോദിയെ പുറത്താക്കണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ടോ? US ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? മോദി ഗവൺമെന്റിനെ വീഴ്ത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടോ? USA ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലൂടെ നമുക്ക് നോക്കാം. ഈ ബംഗ്ലാദേശിന് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്നാണ് അവർ പറയുന്നത് പലരും. സെക്കൻഡ് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന്. അപ്പൊ ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം ഉടനെ സംഭവിച്ചത് എന്താ? ഖാലിദ സിയെ പുറത്താക്കുന്നു. ജയിലിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. അവരാരാണ്? സ്റ്റുഡൻസ്. BNPയുടെ ലീഡറാണ്. BNP പാർട്ടി ഈസ് പ്രോ പാകിസ്ഥാൻ. ഓക്കെ, എന്നിട്ട് എന്താ നടക്കുന്നത്? ജയിലുകൾ പൊളിക്കുകയാണ് ചെയ്യുന്നത്. താലിബാൻ അഫ്ഗാനിസ്ഥാനെ ഭരിക്കുന്നു, അമേരിക്ക അവിടുന്ന് വിഡ്രോ ചെയ്യുന്നു. ഉടനെ സംഭവിച്ചത് ജയിലുകൾ പൊളിക്കുന്നു. ജയില് പൊളിക്കുമ്പോൾ ഇതിനകത്ത് പല ടെററിസ്റ്റുകളും കാണും. ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവരെ ഷെയ്ഖ് ഹസീന ജയിൽ ചെയ്തിട്ടുണ്ടാകും. അവരെല്ലാം പുറത്തു വരും. സോ ദിസ് ഹാപ്പൻഡ്. മാസീവ് പ്രിസൺ ബ്രേക്ക് അറ്റ് ബംഗ്ലാദേശ്. ഓക്കെ, ഷേർപൂർ പ്രിസൺ ബ്രേക്ക്. അതുപോലെ കുറെ പ്രിസൺസ് ബ്രേക്ക് ചെയ്തു. ഇതെല്ലാം കാണിക്കുന്നത് ഒരു റെജീം ചേഞ്ച് ആണ്. ഇനി ഈ ഫോട്ടോകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദ്രൗപദി മുർമു ഇന്ത്യൻ ഫ്ലാഗിന്റെ അടുത്ത് ഇരിക്കുന്നു. ജോ ബൈഡൻ അമേരിക്കൻ ഫ്ലാഗിന്റെ അടുത്തിരുന്ന് പ്രസംഗിക്കുന്നു. സി ജിൻപിങ് ചൈനീസ് ഫ്ലാഗിന്റെ അടുത്ത് പ്രസംഗിക്കുന്നു. ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിന്റെ പ്രസംഗം. ചുറ്റും ഫ്ലാഗ് അല്ല നിങ്ങൾ കാണുന്നത്, മിലിറ്ററിയാണ് കാണുന്നത്. അപ്പൊ ഇദ്ദേഹം പേടിച്ചിരുന്ന് പ്രസംഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കൺഫേം ചെയ്യുന്നത് ബംഗ്ലാദേശില് റെജീം ചേഞ്ച് ആണ്. പിന്നെ അത് കഴിഞ്ഞ് സംഭവിച്ചത് എന്താ? ഈ പറയുന്ന വക്കറുസ്സമാൻ അവിടുത്തെ മിലിറ്ററി ജനറൽ ഒരു ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് ഈ പാർട്ടികളെ ക്ഷണിക്കുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ജദിയ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി. ആവാമി ലീഗും അവിടുത്തെ ഒരു പാർട്ടി ആയിരുന്നു. ശരിയാണ്, ഷെയ്ഖ് ഹസീന പോയി. പക്ഷെ ഈ ചർച്ചകളിലേക്ക് അവർ ആവാമി ലീഗിനെ വിളിക്കുന്നില്ല. ഈ BNP ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, രണ്ടും പ്രോ പാകിസ്ഥാൻ ആണ്. ഇറ്റ് ഈസ് ആന്റി ഇന്ത്യ. സോ യു ആർ സീയിങ് സംതിങ് വിച്ച് ഇസ് ആന്റി ഇന്ത്യ ഇൻ ബംഗ്ലാദേശ്. USA പാകിസ്ഥാൻ ആക്സിസ്. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കിക്കേ. ഇനി ഇന്ററിം ഗവൺമെന്റിന്റെ ഹെഡ് ആയിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് യൂനുസിനെയാണ്.
ഓക്കെ, മുഹമ്മദ് യൂനസ് ആണ് ഇന്ററിം ഗവൺമെന്റിനെ നയിക്കാൻ പോകുന്നത്. ഹീസ് ഗോയിങ് ടു ബി ദ ഹെഡ് ഓഫ് ഇന്ററിം ഗവൺമെന്റ്. പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാൻ കഴിയില്ല, പക്ഷെ താൽക്കാലിക ഗവൺമെന്റിന്റെ ഹെഡ് മുഹമ്മദ് യൂനിസ്. ഇനി മുഹമ്മദ് യൂനിസ് ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, പണ്ട് ഷേഖ് ഹസീന ഇദ്ദേഹത്തെ ബ്ലഡ് സക്കർ എന്ന് വിളിച്ചിരുന്നു. ട്രൈറ്റർ എന്നൊക്കെ വിളിച്ച ആളാണ് ഇന്ന് എവിടെ ഭരിക്കുന്നത്? ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ഹീസ് എ നോബൽ ലോറിയറ്റ്. അതായത് ഇദ്ദേഹം ബംഗ്ലാദേശിൽ ഗ്രാമീൺ ബാങ്ക്സ് ഡെവലപ്പ് ചെയ്യുകയും കുറെ ഡെവലപ്മെന്റ് കൊണ്ടുവരികയും ചെയ്തു. അതിനാണ് ഇദ്ദേഹം ഫേമസ് ആയത്. ഓക്കെ, പക്ഷെ ഇദ്ദേഹത്തിന്റെ പഠനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹി സ്റ്റഡീസ് മോസ്റ്റ്ലി വാസ് ഇൻ US. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇദ്ദേഹം PhD ഒക്കെ എടുത്തത് എവിടുന്നാണ്? USA നിന്നാണ്. ഓക്കെ, ഇദ്ദേഹം മൈക്രോ ലോൺസും ഗ്രാമീൺ ബാങ്ക്സും ഡെവലപ്പ് ചെയ്തതിനാണ് മേജർലി ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നോബൽ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ഗ്രാമീൺ ബാങ്ക് 83-ലാണ് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് പേഴ്സൺ സ്റ്റഡീഡ് മോസ്റ്റ്ലി ഇൻ USA. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ നോക്കിയേ. ഒളിമ്പിക് ലോറൽ, കോൺഗ്രഷണൽ ഗോൾഡ് മെഡൽ, പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, നോബൽ പീസ് പ്രൈസ്, ഇൻഡിപെൻഡൻസ് അവാർഡ്. ഇത് രണ്ടും ഉണ്ടല്ലോ, ഈ അവാർഡുകൾ USA ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആണത്. മുഹമ്മദ് യൂനിസിന് USA കൊടുത്തിരിക്കുന്നത് എന്താ? US ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഓക്കെ, നമ്മുടെ ഭാരതരത്ന പോലുള്ള അവാർഡാണ് മുഹമ്മദ് യൂനിസിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചിലര് പറയുന്നത് മുഹമ്മദ് യൂനിസ് ആരുടെ ആളാണെന്നാണ്? USA ആളാണെന്നാണ്. പലപ്പോഴും USA സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള അവാർഡ് കൊടുക്കുന്ന ചരിത്രങ്ങളും ഉണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഞാൻ ന്യൂസ് മീഡിയ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം. ഒബാമ ഗീവിംഗ് ദിസ് മെഡൽ ടു യുവർ മുഹമ്മദ് യൂനിസ്. ഇവിടെ പിന്നെയും കാണാം മുഹമ്മദ് യൂനിസ് വിത്ത് അമേരിക്കൻ ഒഫീഷ്യൽസ്. ആ മുഹമ്മദ് യൂനിസ് ആണ് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ബംഗ്ലാദേശിന്റെ ഹെഡായിട്ട് നിൽക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇദ്ദേഹത്തിനെതിരെ കുറെ കേസുകൾ ചുമത്തിയ വ്യക്തിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രിക്ഷൻസ് വിത്ത് ഹസീന ഗവൺമെന്റ്. ഇപ്പൊ 2007 ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും അത് ഷെയ്ഖ് ഹസീനയ്ക്ക് ത്രെട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഷെയ്ഖ് ഹസീന ഇദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തു എന്നും ഇദ്ദേഹത്തെ മാക്സിമം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള നറേറ്റീവ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഓൾ ദയർ. അപ്പൊ ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ ആന്റി ഷെയ്ഖ് ഹസീനയാണ്, വളരെ പ്രോ USA ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു രസം, ഈ മുഹമ്മദ് യൂനിസ് സ്ഥാനമേൽക്കുമ്പോൾ ഏതൊക്കെ രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെന്ന്? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെഡ് ഉണ്ട്, ജാതീയ പാർട്ടിയുടെ ഹെഡ് ഉണ്ട്. ഓക്കെ, പിന്നെ UK ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ചൈനയുണ്ട്, ഇറാൻ ഉണ്ട്, അർജന്റീന ഉണ്ട്, ഖത്തർ ഉണ്ട്, UAE ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്. ആരൊക്കെ ഇല്ലാത്ത സ്റ്റുഡൻസ്? ഒന്ന്, ഇന്ത്യ ഇല്ല. വേറെ രണ്ട് ഇമ്പോർട്ടന്റ് പാർട്ടികൾ കാണുന്നില്ല. ആരൊക്കെയാ? പാകിസ്ഥാനെയും കാണുന്നില്ല, അമേരിക്കയും കാണുന്നില്ല. അപ്പൊ ചിലര് പറയുന്നത് ഈ പ്രശ്നത്തിന്റെ പുറകിലെല്ലാം പാകിസ്ഥാനും USA ആണ്. അപ്പൊ അവരിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന് ബോധ്യമാവും ഇതിന്റെ പുറകിൽ അവരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ ലിങ്ക്? പാകിസ്ഥാൻ ആൻഡ് USA is absent. കാരണം അവർ ഇവിടെയും കൂടെ വന്നു നിന്നാൽ ഉറപ്പാക്കും ലോകം എന്ത് ഇതിന്റെ പുറകിൽ പാകിസ്ഥാനും USA ആണോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇനി BNPയുടെ ഹെഡ് ഈ പറയുന്ന ഖാലിദാസിയ ജയിലിന് പുറത്തു വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസിനെ അറ്റാക്ക് ഒന്നും ചെയ്യരുത്, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഇതിങ്ങനല്ല മുമ്പോട്ട് പോകുന്നത്. ലെറ്റ്സ് സി. ജമാഅത്തി ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ഹെഡും പറയാണ് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം. ഓക്കെ, കോൾസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസിനെ അറ്റാക്ക് ചെയ്തിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. ഓക്കെ, പക്ഷെ നോക്കുക, അതിനുശേഷം ബംഗ്ലാദേശിന്റെ ചീഫ് ജസ്റ്റിസിനോട് പുറത്താവാൻ ആരാ പറയുന്നത്? സ്റ്റുഡൻസ് ആണ് പറയുന്നത്. നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മോബ് വന്ന് എന്തെങ്കിലും പറയുന്നു, ജസ്റ്റിസ് മാറുന്നു, പ്രൈം മിനിസ്റ്റർ മാറുന്നു? അത് ഡെമോക്രസി അല്ല. ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കണമെങ്കിൽ ഇന്ററിം ഗവൺമെന്റ് പുറത്താക്കണം. പക്ഷെ ആ പ്രോസസ് അല്ല അവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, PM മോദി ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദ് യൂനിസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം എന്ത് പറയുന്നുണ്ട്? ഹിന്ദുസിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ, റിപ്പബ്ലിക് സ്പീച്ചിലും പ്രൈം മിനിസ്റ്റർ മോദി ഇത് തന്നെയാ പറഞ്ഞത്. നമുക്ക് ഹിന്ദുസിനെ കുറിച്ച് വറിയുണ്ട്, ബംഗ്ലാദേശ് ഗവൺമെന്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിന്ദുസ്. ഈ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ എത്ര നാൾ നിൽക്കാൻ പറ്റും? ഓക്കെ, അതിന് ഇന്ത്യ തയ്യാറാണ്. ഓക്കെ, ഹസീനയ്ക്ക് വേറെ എവിടേക്ക് പോവാൻ ഇനി പറ്റുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഷെയ്ഖ് ഹസീന എവിടേക്ക് വരുന്നുണ്ട്? ഷീസ് കറന്റ്ലി ഇൻ ഇന്ത്യ. അജിത് ദോവൽ എന്ത് ചെയ്തിരുന്നു? ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരുന്നു. ഓൾ പാർട്ടി മീറ്റിംഗിൽ എല്ലാ പാർട്ടികളും ഗവൺമെന്റിനോടൊപ്പം ഉണ്ട്. ഈ കാര്യത്തിൽ എന്ത് വന്നാലും വി ആർ ഓൾ ടുഗദർ എന്ന് രാഹുൽ ഗാന്ധി സഹിതം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ജയശങ്കർ സാറ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
പക്ഷെ ബംഗ്ലാദേശിൽ എന്താണ്? ബംഗ്ലാദേശിൽ ഞാൻ പറയുന്ന പോലെ പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന പ്രോസസ്സ് തുടങ്ങി. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ഡെത്ത് നാഷണൽ മോർണിംഗ് ഡേ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ബംഗ്ലാദേശ് ക്യാൻസൽ ചെയ്തു. ഇതിന്റെ കാരണം എന്താണെന്ന് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്നെയായിരുന്നു ബംഗ്ലാദേശിന്റെ ഇൻഡിപെൻഡൻസിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ വ്യക്തിത്വം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെഗസി ആയിട്ടുള്ള ദിവസം മോർണിംഗ് ഡേ അല്ല, ഒരു ദുഃഖത്തിന്റെ ദിവസമായിട്ടാണ് ആചരിച്ചിരുന്നത്. ഇത് വേണ്ടെന്ന് ഇന്ററിം ഗവൺമെന്റ് പറയുന്നു. അതിന്റെ ആവശ്യം എന്താണ്? ആർക്കാണ് മുജീബുർ റഹ്മാനെയും ആവിയ ലീഗിനെയും ഇഷ്ടമല്ലാത്തത്? ഇറ്റ് ഈസ് യുവർ USA ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ, നിങ്ങൾ ലിങ്ക് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിലുള്ളവരെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നത് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ ശ്രദ്ധിച്ചേ. സെൻഡിങ് എ ടീം, UN's ഫസ്റ്റ് ഫാക്ട് ഫൈൻഡിങ് മിഷൻ ടു ബംഗ്ലാദേശ് സിൻസ് 1971. അപ്പൊ UN-ന്റെ ഒരു ഫാക്ട് ഫൈൻഡിങ് ടീം എവിടെ വരാൻ പോകുന്നു? ബംഗ്ലാദേശിലേക്ക് വരാൻ പോകുന്നു. ഇവരെന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഷെയ്ഖ് ഹസീന എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും വാർ ക്രൈം ചെയ്തിട്ടുണ്ടോ, അവരെ ശിക്ഷിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ടീം എവിടെ വിസിറ്റ് ചെയ്യാൻ പോവാ? ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞതുപോലെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു ഫ്രിക്ഷനുള്ള ചാൻസസ് ഉണ്ട്. അതിന്റെ ഒരു റൂട്ട് നമ്മൾ ഇവിടെ കാണാം. ഷെയ്ഖ് ഹസീന ടു ബി എക്സ്ട്രാഡിക്റ്റഡ്. അതായത് ഇപ്പോഴത്തെ ഇന്ററിം ഗവൺമെന്റ്, ബംഗ്ലാദേശിന്റെ ഇന്ററിം ഗവൺമെന്റിലെ ഫോറിൻ അഡ്വൈസർ, ഇദ്ദേഹം ശരിക്കും ഫോറിൻ മിനിസ്റ്റർ പോലെ. ഇദ്ദേഹം പറയുന്നത് എന്താ? ഇന്ത്യ ബംഗ്ലാദേശിന് ഷെയ്ഖ് ഹസീനെ കൈമാറണം, അല്ലെങ്കിൽ ഇന്ത്യ എംബാരസ്ഡ് ആവും. ഷെയ്ഖ് ഹസീന താൽക്കാലികമായിട്ടാണ് ഇന്ത്യ ലാൻഡ് ചെയ്തത്. പുള്ളിക്കാരിക്ക് ഇപ്പൊ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് ഷെയ്ഖ് ഹസീനെ തരാനാണ് ആര് പറയുന്നത്? ഇവരുടെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. ഖാലിദ സിയ വലിയ കുഴപ്പങ്ങൾക്കൊന്നും പോണ്ടെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പൊ BNPയുടെ ലീഡർഷിപ്പ് അവരോട് പറയുന്നു ഷെയ്ഖ് ഹസീനെ തിരിച്ചു കൊണ്ടുവരണം, അവർക്ക് മാക്സിമം പണിഷ്മെന്റ് കൊടുക്കണം. മാക്സിമം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ്. സോ അവിടെ ഈ പ്രശ്നം നടക്കുന്നുണ്ട്. ഇന്ത്യ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം വളരെ റെലവെന്റാ. നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? കാരണം വേറൊരു രാജ്യം നമ്മളോട് ഇത് ചോദിക്കുകയാണ്. US ആണെങ്കിൽ ഷെയ്ഖ് ഹസീനെ വേറെ എവിടേക്കും വിടാൻ സമ്മതിക്കുന്നതുമില്ല. UK അസൈലം റിജക്ട് ചെയ്തു, USA ഇവരുടെ വിസ ബാൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് സേഫ് ആയിട്ട് ഇവരിപ്പോ ഇന്ത്യയിൽ ഇരിക്കുകയാണ്. ഇന്ത്യ ഒരു ട്രബിളിൽ പെട്ടോ ഇല്ലയോ? ഇതാ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബംഗ്ലാദേശ് വെയ്സ് ഷെയ്ഖ് ഹസീനാസ് എക്സ്ട്രാഡിഷൻ, claims it creates embarrassing situation for Indian government. Can ousted PM Sheikh Hasina be extradited from India to Bangladesh? ഒരു രാജ്യത്ത് നിന്ന് ഒരു പ്രതിയോ കുറ്റവാളിയോ വേറെ രാജ്യത്തേക്ക് കൈമാറണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ എന്ത് വേണം? ഒരു എക്സ്ട്രാഡിഷൻ ട്രീറ്റി വേണം. ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രതിയോ കുറ്റവാളിയോ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ എന്തുണ്ട് സ്റ്റുഡൻസ്? ഒരു എക്സ്ട്രാഡിക്ഷൻ ട്രീറ്റി ഉണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? എക്സ്ട്രാഡിക്ഷൻ ട്രീറ്റി ഉള്ളത് കൊണ്ട് ഇന്ത്യ ഷെയ്ഖ് ഹസീനെ കൈമാറേണ്ടി വരും. പക്ഷെ അവിടാണ് ഇതിനകത്തുള്ള ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, അവിടാണ് ട്വിസ്റ്റ് വരുന്നത്. എന്ത് ട്വിസ്റ്റ്? ഇന്ത്യ കൈമാറേണ്ടി വരുമോ എന്നുള്ള ചോദ്യത്തിന് നോ എന്നാണ് ഉത്തരം. കാരണം എന്താണെന്നറിയാമോ സ്റ്റുഡൻസ്? 2013 ശേഷം ഗവൺമെന്റ് മാറി. ഗവൺമെന്റ് മാറിയപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആ എക്സ്ട്രാഡിഷൻ ട്രീറ്റിയിൽ ഒരു അമെന്റ്മെന്റ് വരുത്തി. അമെന്റ്മെന്റ് ഇതായിരുന്നു: പൊളിറ്റിക്കൽ അസൈലം പ്രതീക്ഷിച്ചു വരുന്നവർക്കാണെങ്കിൽ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ബാധകമല്ല. അപ്പൊ പുതിയ ട്രീറ്റി അനുസരിച്ച് നമ്മൾ ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. പഴയ ട്രീറ്റി ആയിരുന്നെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ തടവ് അനുഭവിക്കാൻ സാധ്യതയുള്ളവരെ ആരെയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ ബംഗ്ലാദേശിന് കൈമാറേണ്ടി വന്നു. പക്ഷെ ഇന്ത്യ എവിടോ ഇത് കണ്ടിരുന്നു മുമ്പേ. അതുകൊണ്ട് അവർ ട്രീറ്റി അമെന്റ് ചെയ്തു. ഇന്ത്യക്ക് ഇപ്പൊ ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കേണ്ട ലീഗൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ഇല്ല. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡസ് USA വാണ്ട് മോദി ഗവൺമെന്റ് ഔട്ട്? സൽമാൻ ഖുർഷിദ്, ഹി വാസ് ആൻ എക്സ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ, ഇദ്ദേഹം പറയുന്നു ബംഗ്ലാദേശിൽ സംഭവിച്ചത് എവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആരെങ്കിലും ഇവിടെ ഒരു റെജീം ചേഞ്ച് നടത്താൻ സാധ്യതയുണ്ടെന്ന് ആര് പറയുന്നു? സൽമാൻ ഖുർഷിദ് പറയുന്നു. BJP നേതാക്കൾ ഇദ്ദേഹത്തെ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇത് പോട്ടെ. ഇത് കഴിഞ്ഞ് ഇനി അടുത്തൊരു ഇമേജ് നമ്മൾ കാണും.
ബി കെയർഫുൾ ഇന്ത്യ, ബി ഓൺ ഗാർഡ്, US കൺസുലർ ജനറൽ വിസിറ്റ്സ് ഒവൈസീസ് ഹോം. AMMന്റെ ലീഡറാണ് അക്രദീൻ ഒവൈസി. ഇദ്ദേഹത്തെ ആരാ കാണാൻ വരുന്നത്? UN കൺസുലർ ജനറൽ. ഇത് നോക്കിയേ, അമേരിക്ക ഈസ് മെഡ്ലിംഗ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യയിൽ പലരും ഇതിനെ എതിർക്കുകയാണ്. അമേരിക്ക ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിൽ ഇടപെടുകയാണ്. നിങ്ങൾ ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, സബ് നാഷണൽ ഡിപ്ലോമസി. അതായത് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി വേറെ രാജ്യത്തേക്ക് വരിക, എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ അല്ല കാണുന്നത്, ഓരോ സ്റ്റേറ്റിലെ നേതാക്കളും ഓപ്പോസിഷൻ പാർട്ടി എല്ലാം പോയി മീറ്റ് ചെയ്യുന്നു. ഇതൊരു ലഹള നടത്താനുള്ള ഒരു സാധ്യതയായിട്ട് പലരും പറയുന്നു. അതായത് USA പണ്ട് മമതാ ബാനർജിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, ഇപ്പൊ അക്രദീൻ ഉവൈസിയെ കാണുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് നാഷണൽ ഡിപ്ലോമസി. ഡൊണാൾഡ് ലൂ ചെന്നപ്പോ അദ്ദേഹം നമ്മുടെ BNPയെ കണ്ടിരുന്നു, അതുപോലെ ആരെയും കണ്ടിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയും കണ്ടിരുന്നു. സോ ഇന്ത്യക്കകത്തും USA എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഡൗട്ട് പിന്നെയും ശക്തിപ്പെടുകയാണ്. സൽമാൻ ഖുർഷിദ് പറഞ്ഞു ബംഗ്ലാദേശ് പോലെ ഇന്ത്യ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ കോൺസുലർ ജനറൽ അക്രദീൻ ഉവൈസിയെ കാണുന്നു. അതുപോലെ ഇവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ ചില പ്രശ്നങ്ങളുണ്ട്, കോമൺ കൺസേൺസ് ഉണ്ട്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുന്നു. ഇത് ഈ പറയുന്ന കൗൺസിൽ ജനറൽ ഓഫ് USAയുടെ ട്വീറ്റ് ആണ്. ഇവിടെ പറയുന്നത് എന്താ? താങ്ക് യു മെമ്പർ ഓഫ് പാർലമെന്റ് ഒവൈസി ഫോർ കൈൻഡ് ഹോസ്പിറ്റാലിറ്റി ഫോർ ഷെയറിംഗ് യുവർ ഇൻഫോംഡ് ആൻഡ് ഇമ്പോർട്ടന്റ് വ്യൂസ് ഓൺ എ റേഞ്ച് ഓഫ് ഷെയർഡ് ഇഷ്യൂസ് ആൻഡ് കൺസേൺ. അപ്പൊ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആര് വിശ്വസിക്കുന്നു? അമേരിക്കയും വിശ്വസിക്കുന്നു, അക്രദീൻ ഒവൈസിയും വിശ്വസിക്കുന്നു. അപ്പൊ അമേരിക്കയ്ക്കും പ്രശ്നമുണ്ട്, അക്രദീൻ ഒവൈസിക്കും പ്രശ്നമുണ്ട്. ആരോടെ? ഇന്ത്യയിലെ ചില കാര്യങ്ങൾക്കെതിരെ. സോ വാട്ട് ഇസ് ദിസ്? USA ഇന്റർഫിയറിംഗ് ഇൻ ഇന്റേണൽ മാറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ക്ലിയർ? അപ്പൊ ഇതിനെയാണ് നമ്മൾ സബ് നാഷണൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഹിൻഡൻബർഗിന്റെ ഒരു വലിയ ഒരു വെളിപ്പെടുത്തൽ കാണും. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ സംതിങ് ബിഗ് സൂൺ ഇൻ ഇന്ത്യ. എന്തായിരിക്കാം സ്റ്റുഡൻസ്? ഈസ് ഇറ്റ് എ റെജീം ചേഞ്ച് വിച്ച് ഇസ് ഗോയിങ് ടു കം? ഇവിടെ എല്ലാം പറയുന്നു ഹിൻഡൻബർഗ് റിസർച്ച് സെയ്സ് സംതിങ് ബിഗ് സൂൺ ഇൻ ഇന്ത്യ, ക്രിപ്റ്റിക് സോഷ്യൽ മീഡിയ മെസ്സേജ്. അപ്പൊ എന്തായിരിക്കും ഇന്ത്യയിലേക്ക് നടക്കാൻ സാധ്യത? ഇന്ത്യയുടെ ഈസ്റ്റില് ട്രബിൾ ആണ്, ബംഗ്ലാദേശ് ട്രബിൾ, വെസ്റ്റില് പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് കത്തുകയാണ്. സോ ഈസ് ഇന്ത്യ ഹെഡിങ് ഇൻ ടു വാർ? ഈസ് US വാണ്ടിങ് എ റെജീം ചേഞ്ച്? നിങ്ങൾ ചിന്തിക്കുക. ചിലര് പറയും ഇന്ത്യ ഈസ് ഇൻ എ ടു ഫ്രണ്ട് വാറും. ഇപ്പൊ ചൈനയും പാകിസ്ഥാനുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ടു ഫ്രണ്ട് വാർ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ബംഗ്ലാദേശും പാകിസ്ഥാനും പ്രശ്നമാണെങ്കിൽ ഓൾറെഡി ഇന്ത്യ ടു ഫ്രണ്ട് വാറായി. ഇപ്പൊ ഇന്ത്യ ചിലർ 2.5 ഫ്രണ്ട് എന്ന് പറയും. ഈ 2.5 ഫ്രണ്ട് എന്താണ്? സാധാരണ നമ്മൾ പറയുമ്പോൾ ചൈനയായിട്ട് പ്രശ്നമുണ്ട്, പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട്, പിന്നെ ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്, ജമ്മു കാശ്മീരിലെ മിലിറ്റൻസി, നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസി, നക്സലിസം. അപ്പൊ ഇന്ത്യ പലപ്പോഴും 2.5 വാറിലാവും. ഇങ്ങനെ പോയാൽ നമ്മൾ എന്താവും അറിയോ? 4.5 വാറിലാവും. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന, മിയന്മാറിൽ പ്രശ്നമുണ്ട്, പിന്നെ നമ്മുടെ ഇന്റേണലിലും പ്രശ്നമുണ്ട്. അപ്പൊ 4.5 വാർ ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരുമോ? വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? വാട്ട് ഇസ് ഹിൻഡൻബർഗ് സെയിങ്? ഇതെല്ലാം ചെയ്തതിനു ശേഷം ഈ വ്യക്തിയെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹിസ് നെയിം ഇസ് ജോർജ് സോറോസ്. BJPയുടെ എതിരെ വളരെയധികം സംസാരിച്ച ഒരാളാണ്. ഹി ഈസ് ഓൾസോ നോൺ ഫോർ റെജീം ചേഞ്ച്. ഇദ്ദേഹത്തിന് ഒരു സൊസൈറ്റി ഉണ്ട്, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ പണി എന്താണ്? ഡിക്റ്റേറ്ററിയൽ ആയിട്ടുള്ള ഗവൺമെന്റുകളുടെ എതിരെ സംസാരിക്കുക, അവരെതിരെ പ്രൊമോഷൻ നടത്തുക, അവരെതിരെ ഫണ്ടിങ് നടത്തുക. ഇപ്പൊ മോദിയെ സോറോസ് വിളിക്കുന്നത് ഡിക്റ്റേറ്റർ എന്നാണ്, പ്രൈം മിനിസ്റ്റർ മോദി. അപ്പം നമ്മുടെ BJP എന്ത് ചെയ്തിട്ടുണ്ട്? ഹിൻഡൻബർഗിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് സോറോസ് ആണ്. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ജോർജ് സോറോസ് ആണെന്നാണ് BJP ലീഡേഴ്സ് പറയുന്നത്. ഇപ്പൊ രണ്ടുപേരുടെ ആർഗ്യുമെന്റ് നമ്മൾ കണ്ടു. ഈ അദാനി കേസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് സെബിയുടെ ഹെഡിന് ഈ പറയുന്ന ഇല്ലീഗൽ സ്റ്റേക്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം, ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് ആരാ? അദാനിയിൽ സ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ ഹിൻഡൻബർഗ് ആണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ ഇത് റെജീം ചേഞ്ചിനുള്ള ശ്രമമാണെന്നാണ് ഒരു കൂട്ടര് പറയുന്നത്, BJP പറയുന്നത്, മറ്റേവര് പറയുന്നത് അല്ലെന്ന്. പക്ഷെ സംതിങ് ഈസ് ബോയിലിംഗ് ഇൻ ഇന്ത്യ. ഇപ്പൊ US ആവാം, ആവാതിരിക്കാം. നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് എന്താ? ആർഗ്യുമെന്റ്സ് ആണ്. ചിന്തിക്കുക, ഡെവലപ്പ് യുവർ പെർസ്പെക്റ്റീവ്. താങ്ക് യു. എപ്പടി ഇതിന്റെ ഇടയ്ക്കാ വന്ന സാധനങ്ങളാണ്.